നമുക്കിന്ന് കണ്ണിനെക്കുറിച്ച് പഠിക്കാം. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചെടുത്തത് ഹെർമൻ സ്നെല്ലൻ. ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റിലേക്കുള്ള ദൂരം 25 സെൻറ്റിമീറ്റർ. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിന് പറയുന്നത് സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിന് പറയുന്നത് സമഞ്ജനക്ഷമത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് വീക്ഷണ സ്ഥിരത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് വീക്ഷണ സ്ഥിരത. മനുഷ്യനേത്രത്തിലേത് ഏതിനം ലെൻസാണ്? ബൈക്കോൺവെക്സ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ. കെരാറ്റോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ട്രക്കോമ കണ്ണിനെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ്. മയോപ്പിയ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. ഗ്ലൂക്കോമ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. കണ്ണിനെ ബാധിക്കുന്ന രോഗാവസ്ഥകളാണ് ട്രക്കോമ, മയോപ്പിയ, ഗ്ലൂക്കോമ, തിമിരം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. മനുഷ്യനേത്രത്തിൻ്റെ ഏത് ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? കോർണിയ. മനുഷ്യനേത്രത്തിൻ്റെ ഏത് ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? കോർണിയ. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിന. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ ഏത്? അക്വസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറ ഏത്? വിട്രിയസ് അറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ അക്വസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറ വിട്രിയസ് അറ. വർണ്ണാന്ധതയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതെല്ലാം? ചുവപ്പ്, പച്ച. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവം അക്വസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിൽക്കാൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവം. ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്ന കണ്ണിലെ പേശി സീലിയറി പേശി. ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്ന കണ്ണിലെ പേശി സീലിയറി പേശി. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവം അക്വസ് ദ്രവം. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതെല്ലാം? റോഡ് കോശവും കോൺ കോശവും. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശവും കോൺ കോശവും. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം അന്ധബിന്ദു. വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന ദൃഷ്ടിപടലത്തിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന ദൃഷ്ടിപടലത്തിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ. റോഡ് കോശത്തിലെ വർണ്ണകം റോഡോപ്സിൻ. റോഡ് കോശത്തിലെ വർണ്ണകം റോഡോപ്സിൻ. നിറങ്ങൾ കാണാനും തീവ്രപ്രകാശത്തിൽ കാണാനും സഹായിക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. നിറങ്ങൾ കാണാനും തീവ്രപ്രകാശത്തിൽ കാണാനും സഹായിക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. ഏത് കോശങ്ങളുടെ അപര്യാപ്തത മൂലമാണ് മൂങ്ങയ്ക്ക് പകൽ കണ്ണു കാണാത്തത്? കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളുടെ അപര്യാപ്തത മൂലമാണ് മൂങ്ങയ്ക്ക് പകൽ കണ്ണു കാണാത്തത്.